ഉമ്മച്ചി ഇന്നെന്താ ഉച്ചക്ക് ഉണ്ടാക്കുന്നേ? ചോറ്, പയറുകറി, മീൻകറി, കൈപ്പുപ്പേരി. ഉമ്മച്ചിന്റെ മീൻകറി റെസിപ്പി നമുക്കൊന്ന് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുത്താലോ? അപ്പം നമ്മൾ ഇന്നിവിടെ ആവോലി വരട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഉമ്മച്ചി അതിനാവശ്യമായ സാധനങ്ങളൊക്കെ ആദ്യം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മളിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ മീനിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി ഇതാ നമ്മളിങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചട്ടി ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടായ എണ്ണയിലോട്ട് നമ്മൾ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ അതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച് വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമായ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ഇവിടെ 2 പച്ചമുളകാണ് നമ്മൾ എടുത്തത്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി കൂടെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേഗം തക്കാളിയൊക്കെ വാടി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. അപ്പം നല്ല രീതിയിൽ ഇത് തക്കാളിയൊക്കെ വാടി കിട്ടും. അപ്പം ആ ഒരു സമയം കൊണ്ട് നമുക്ക് മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ വാടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പുളിയുടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്രയാണോ കറിക്ക് ആവശ്യമായ വെള്ളം അത്രയും നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയത്താണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലകൾ കൂടെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് സ്പൈസിയുടെ ആൾക്കാരാണ്. അപ്പം നമ്മൾ കുറച്ച് കൂടുതൽ മുളക് പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക്
ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് വരാനായി ഇതൊന്ന് മൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുമ്പോഴത്തേക്ക് ഉമ്മച്ചി ബാക്കി പണികളൊക്കെ നോക്കുന്നുണ്ട്. ചോറ് വെച്ചിട്ടുണ്ട്, കറി വെച്ചിട്ടുണ്ട്, ഉപ്പേരിക്ക് മുറിച്ചിടുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇത് നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ച മീൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.